വേൾഡ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് സെർച്ച് എഞ്ചിൻ ആയിരിക്കുന്ന യൂണിറാങ്ക്സിൽ 31 റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങളുടെ ബാച്ചിലേഴ്സ് BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. എബ്രോഡ് കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മെയിൻ ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു കൺസേണാണ് ജോലി കിട്ടുമോ. അതല്ലേ, ഇപ്പോൾ ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിലും മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടിയാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ പോയിന്റ് അവർക്ക് എന്താ വേണ്ടത്? ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബേസിക്സ് ലെവൽ A1 A2 പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. കാരണം അവിടുത്തെ നമ്മൾ മലയാളം ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആ അളവോളം എത്തിയില്ലെങ്കിൽ പോലും ആ ഒരു റേഞ്ചിലെങ്കിലും എന്ത് വരണം, അവരുടെ ജർമ്മൻ ലാംഗ്വേജ് വരണം. നാട്ടിൽ BSc നഴ്സിംഗ് പഠിക്കുന്നതും എബ്രോഡ് BSc നഴ്സിംഗ് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം ഇപ്പോൾ കൂടുതലും +2 ഒക്കെ കഴിഞ്ഞിട്ട് കൂടുതൽ കുട്ടികൾ എബ്രോഡാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അത് എന്തുകൊണ്ടാണ് കൂടുതലും? ഇതേ ക്വസ്റ്റ്യൻ നൗഫിയോട് തന്നെ തിരിച്ചു ചോദിക്കുകയാണ്. നാട്ടിൽ ഒരു BSc നഴ്സിംഗ് പഠിച്ചിറങ്ങാനായിട്ട് ഏകദേശം എത്ര എക്സ്പെൻസ് വരുന്നത് നൗഫി വിചാരിക്കുന്നത്? ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 12 to 15 lakhs. ഓക്കെ, ഇത് തന്നെ യൂറോപ്പിൽ ബിലോ 12 lakhs നമുക്ക് ഒരു 3 yearsൻ്റെ അല്ലെങ്കിൽ 4 yearsൻ്റെ BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആവാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നാട്ടിലിപ്പോൾ ഒരു 4 വർഷം അല്ലെങ്കിൽ 4 വർഷം പ്ലസ് ഇൻറ്റേൺഷിപ്പ് ഒക്കെ ഉള്ള ഒരു BSc നഴ്സിംഗ് പഠിച്ചിറങ്ങി ഏകദേശം എത്ര സാലറി പാക്കേജ് വരുന്നതിന് ഓഫ് വിചാരിക്കുന്നത്? എൻ്റെ അറിവിൽ ഒരു 20 to 25K ഒക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, ഒരു മിനിമം റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു 20 to 25K എന്ന് പറയാം. ഇത് തന്നെ എബ്രോഡിൽ, അതായത് യൂറോപ്പ് പോലെ ഒരു കൺട്രിയിൽ 3 yearsൻ്റെ അല്ലെങ്കിൽ 4 yearsൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന സ്റ്റുഡൻറ്റിന് മിനിമം സാലറി പാക്കേജ് ഇൻ ഡോളേഴ്സ് ആണെങ്കിൽ $2,800, ഇൻ യൂറോസ് ആണെങ്കിൽ 2,500 euros കിട്ടുന്നത്. അതായത് INR കൺവേർട്ട് ചെയ്യുമ്പോൾ മിനിമം 2.5 ലക്ഷം സാലറിയിലാണ് അവർ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ജോലിക്ക് കയറുന്നത്. സോ ഇതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും +2 കഴിയുമ്പോൾ യൂറോപ്പിൽ ചെന്നിട്ട് ഒരു ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് റിലേറ്റഡ് ബാച്ചിലേഴ്സ് എടുക്കാനായിട്ട്, ഇപ്പം BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾ എടുക്കാനായിട്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സാലറി തന്നെയാണ് ഒരു മെയിൻ ഫോക്കസ്. ഡെഫിനറ്റ്ലി സാലറി തന്നെയാണ് മെയിൻ ഫോക്കസ് വരുന്നത്. ഇപ്പം നമ്മൾ അബ്രോഡിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ജോർജിയ, അൽബേനിയ പോലെയുള്ള കൺട്രീസിൽ നിന്നൊക്കെ നമ്മളൊരു നഴ്സിംഗ് ഡിഗ്രി എടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് നാട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെങ്കൻ കൺട്രിയിലേക്കോ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ അൽബേനിയയിൽ നിന്ന് എടുത്താൽ അൽബേനിയ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ജോർജിയയിൽ എടുത്തു കഴിഞ്ഞാൽ ജോർജിയയിലും തന്നെ നഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നാട്ടിൽ വന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കുമോ? വൺ ഓഫ് ദ റെലവൻറ്റ് ക്വസ്റ്റ്യനിലൊന്ന്, അതായത് ജോർജിയ അല്ലെങ്കിൽ അൽബേനിയ പോലുള്ള കൺട്രീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കേഷന് നാട്ടിൽ വാല്യൂ ഉണ്ടായിരിക്കും എന്നുള്ളത്. വേൾഡ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് സെർച്ച് എഞ്ചിൻ ആയിരിക്കുന്ന യൂണിറാങ്ക്സിൽ 31 റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങളുടെ ബാച്ചിലേഴ്സ് BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ജോർജിയ പോലുള്ള കൺട്രി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെമിസ്റ്റർ, ഇപ്പോൾ 4 വർഷത്തെ ബാച്ചിലേഴ്സാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കും. അതായത് UK, USA, ഓസ്ട്രേലിയ തുടങ്ങിയ കൺട്രീസിൻ്റെ ഹോസ്പിറ്റൽ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നടത്തുന്നുണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കൺട്രീസിലെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ തേടി ജോർജിയ പോലൊരു കൺട്രിയിൽ വന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഊഹിക്കാമല്ലോ ആ സർട്ടിഫിക്കേഷൻ വാലിഡ് ഉള്ളത് തന്നെയാണ്. ഇനി അത് മാത്രമല്ല, ആസ് എ പാർട്ട് ഓഫ് ദിയർ സിലബസ് NCLEX എക്സാമിന് സിലബസ്, ദാറ്റ് മീൻസ് കുറച്ചുകൂടി ക്ലിയറായി ഞാൻ പറഞ്ഞു തരാം. UK, USA പോലുള്ള കൺട്രീസിലൊക്കെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ഇതിൻ്റെ സിലബസും ആസ് എ പാർട്ട് ഓഫ് ദിയർ എഡ്യൂക്കേഷൻ അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ USA, UK, ഓസ്ട്രേലിയ തുടങ്ങിയ കൺട്രീസിൻ്റെ ഹോസ്പിറ്റൽ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂസ് കാര്യങ്ങളെടുത്ത് അതിലൂടെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. ഇനി പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു വാഗ്ദാനമല്ല, എഷ്വറൻസ് ആണ്. ഇവർ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി തന്നെ പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡയമണ്ട് ഫിനിക്സ് ത്രൂ കയറി പോകുന്ന സ്റ്റുഡൻ്റ് ആണെന്നിരിക്കട്ടെ, ഇവർക്ക് ഇവിടെ ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല, ജോർജിയയിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരുന്ന എന്തെങ്കിലും അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ജർമ്മനിയിൽ അവരെ പ്ലേസ്ഡ് ചെയ്ത് കൊടുക്കുന്നുള്ള അഷ്വറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം മാഡം പറഞ്ഞല്ലോ വേറെ ഷെങ്കൻ കൺട്രീസിലേക്ക് നമുക്ക് പോവാം, നാട്ടിൽ വന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷെങ്കൻ ഏരിയാസിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി ജർമ്മനിയൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു നഴ്സ് അങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് വേണ്ടി വരും. സോ അങ്ങനെ ഒത്തിരി റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ കുട്ടികൾക്ക് ഈ അൽബേനിയ നിൽക്കുക അല്ലെങ്കിൽ ജോർജിയയിൽ നിൽക്കുന്ന ടൈമിൽ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, അത് സെപ്പറേറ്റ് പഠിക്കേണ്ടി വരില്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് ജർമ്മൻ പഠിച്ച്, അപ്പോൾ അതൊക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആവില്ലേ? ഓക്കെ, പക്ഷേ ഇതിൽ പോയിന്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ജർമ്മനിക്ക് പോവുകയാണെങ്കിൽ ഫോർ ഷുവർ ജർമ്മൻ ലാംഗ്വേജ് വേണ്ടി വരും. ഇല്ലാതെ അറിയാലോ ഹെൽത്ത് റിലേറ്റഡ് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ജർമ്മൻ ലാംഗ്വേജ്
ആസ് എ പാർട്ട് ഓഫ് ദെയർ സിലബസ് അവർ കവറപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചുമ്മാ ബേസിക്സ് ലെവൽ A1 A2 അല്ല, B1 B2 ലെവൽ. ദാറ്റ് മീൻസ് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് വേണ്ട ക്രൈറ്റീരിയ ആണ് ഈ B1 B2 എന്ന് പറയുന്നത്. ആ ലെവൽ വരെ അവരെ സിലബസിൻ്റെ പാർട്ടായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ജർമ്മൻ മാത്രമല്ല, ഇറ്റാലിയൻ തുടങ്ങിയ ലാംഗ്വേജുകളും ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് റെലവൻറ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ത്രൂ ഔട്ട് ആ BSc നഴ്സിംഗ് ഇവർ പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഓക്കെ, സോ ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓൾറെഡി ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അത് കൂടാതെ ജർമ്മൻ, ഇറ്റാലിയൻ തുടങ്ങിയ ലാംഗ്വേജസും അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഏത് മറ്റുള്ള കൺട്രി, ഷെങ്കൻ ഏരിയയിൽ നിന്ന് മാത്രമല്ല USA UK തുടങ്ങിയ കൺട്രീസിലും അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പം നാട്ടിൽ പഠിക്കുന്നതിനുള്ള ഡിഫറൻസ് അവിടെയാണ് വരുന്നത്. നാട്ടിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നാട്ടിലിപ്പോൾ ഒരു BSc നഴ്സിംഗ് ഒരു 4 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ഇൻറ്റേൺഷിപ്പ് ഒക്കെ വരുന്ന ഒരു ഡിഗ്രി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ജർമ്മനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് നോക്കണം, UK പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് നോക്കണം. ചിലപ്പോൾ IELTS എഴുതേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ലാംഗ്വേജ് എഴുതേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ലാംഗ്വേജ് എഴുതേണ്ടി വന്നേക്കാം. ഇതിനൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ BSc നഴ്സിംഗ് ഇപ്പോൾ ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ B1 B2 ലെവൽ കവറപ്പ് ചെയ്യാനായിട്ട് മിനിമം അവർക്കൊരു 1 ഇയർ പോട്ടെ, ഒരു 8 months സമയമെങ്കിലും മിനിമം എന്താണെങ്കിലും വേണ്ടി വരും. കാരണം നമ്മൾക്കറിയാത്ത വേറൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. ഇനി അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആ ലാംഗ്വേജ് കേൾക്കുന്നുള്ളൂ, അല്ലേ? ജർമ്മൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ജർമ്മൻ നമ്മൾ കേൾക്കുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ചുറ്റും മലയാളമായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുന്നത്. സോ ഇത് തന്നെ അവർക്ക് അവിടെ സിലബസിൻ്റെ പാർട്ടായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അവർ ഹോൾഡ് ചെയ്യുന്ന ഡിഗ്രി എന്ന് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ വരുന്നൊരു ഡിഗ്രിയാണ്. സോ IELTS, TOEFL പോലുള്ള എക്സാംസ് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് മെയിൻലി നാട്ടിൽ പഠിക്കുന്നതും മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ, ഇപ്പോൾ അൽബേനിയ, ജോർജിയ പോലെയുള്ള കൺട്രീസിൽ പഠിക്കുന്നതും തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം വരുന്നത് കേട്ടോ. മാഡം നേരത്തെ പറഞ്ഞ പോലെ ജോബ് ഗ്യാരണ്ടി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ഇപ്പോൾ എബ്രോഡ് കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മെയിൻ ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു കൺസേണാണ് ജോലി കിട്ടുമോ. അതല്ലേ, ഇപ്പോൾ ബാച്ചിലേഴ്സ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിലും മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടിയാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ പോയിന്റ് അവർക്ക് എന്താ വേണ്ടത്? ജോബാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ലൈക്ക് എബ്രോഡ് തന്നെ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം മോസ്റ്റ്ലി. സോ നമ്മൾ ത്രൂ കയറി പോകുന്ന സ്റ്റുഡൻസിന് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഇവർ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ, ഇപ്പോൾ ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിലും അൽബേനിയ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് അഥവാ ക്യാമ്പസ് ഇന്റർവ്യൂസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UK, USA, ഓസ്ട്രേലിയ, ജർമ്മനി പോലെയുള്ള കൺട്രീസിലെ ഹോസ്പിറ്റൽ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടായിരിക്കും ഇവർക്ക് ഇന്റർവ്യൂസ് കാര്യങ്ങൾ എടുത്തിട്ട് ജോബ് പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി മോസ്റ്റ് ഓഫ് ദ എല്ലാ സ്റ്റുഡൻസിനും, അതായത് ഇപ്പോൾ ഒരു 100 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ 100 പേർക്കും പറഞ്ഞ പോലെ ഇപ്പൊ ഈ സ്റ്റേ ബാക്ക് ടൈമിലാണോ ഇവരിപ്പോ ജോബ് സെർച്ച് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ ഇന്റേൺഷിപ്സ് ഓക്കെ, ഇപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഒക്കെ ഓക്കെ, ബട്ട് അത് കഴിഞ്ഞിട്ടൊരു സ്റ്റേ ബാക്ക് കിട്ടിയിട്ട് ആ ടൈം പീരീഡിൽ ജോബ് സെർച്ച് ചെയ്യുക അങ്ങനെയാണോ വരുന്നത്? അല്ല, ഈ പ്രോഗ്രാമിന് ഇപ്പോൾ ജോർജിയയിൽ അല്ലെങ്കിൽ അൽബേനിയയിലുള്ള പ്രോഗ്രാമിന് സ്റ്റേ ബാക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതൊരു നെഗറ്റീവായി ആദ്യം തോന്നിയേക്കാം. നെഗറ്റീവായിട്ട് ഫീൽ, കാരണം ഏത് ഇപ്പോൾ നമ്മൾ UK എടുത്താലും ജർമ്മനി എടുത്താലും സ്റ്റേ ബാക്ക് ഉണ്ട്. സ്റ്റേ ബാക്ക് എന്തിനാ ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ നോർമലി സ്റ്റേ ബാക്ക് കൊടുക്കാന്ന് വെച്ചാൽ ഫൈനലി നമ്മളൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ജോബ് സെർച്ച് ചെയ്ത് ഒരു ജോബിലേക്ക് പ്ലേസ്ഡ് ആവണം. സോ അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു ടൈം പീരീഡ്, അതാണ് സ്റ്റേ ബാക്ക്. ഓക്കെ, നമുക്ക് ജോർജിയയിൽ അല്ലെങ്കിൽ അൽബേനിയയിൽ പോകുന്ന സ്റ്റുഡൻസിന് സ്റ്റേ ബാക്കിന്റെ ആവശ്യമില്ല. ഓക്കെ, ലിറ്ററലി അവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരെ 4ാമത്തെ വർഷത്തിന്റെ അവസാനത്തെ സെമിസ്റ്ററിൽ അവർക്ക് ക്യാമ്പസ് ഇന്റർവ്യൂസ് വയ്ക്കുന്നുണ്ട്. അതിലൂടെ പ്ലേസ്ഡ് ആവും. പക്ഷേ ഞാൻ പറയുന്നില്ല, ഇപ്പൊ 100 പിള്ളേർ പോകുന്നുണ്ടെങ്കിൽ 100 പിള്ളേരും ക്യാമ്പസ് പ്ലേസ്മെന്റിൽ തന്നെ എന്താവില്ല, ഡിപ്പെൻസ് ആയിരിക്കും. അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനും കൂടി ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് നമ്മൾ ത്രൂ കയറി പോകുന്ന സ്റ്റുഡൻസിന് ഇൻ കേസ് ഇവർ ക്യാമ്പസ് പ്ലേസ്ഡ് ആയിട്ടില്ലെങ്കിലും ഇവർക്ക് ജോലി ഗ്യാരണ്ടി ആണ് കേട്ടോ. ജോർജിയയിൽ ഇവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, സോ അവിടെ ഇവർക്ക് പ്ലേസ്മെന്റ് എന്താണെങ്കിലും ഗ്യാരണ്ടിയാണ്. പക്ഷേ സാലറി പാക്കേജിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ജർമ്മനിയിൽ കിട്ടുന്ന സാലറി എന്ത് ചെയ്യില്ല, ജോർജിയയിൽ കിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് അതൊരു കൺസേൺ ആയിരിക്കും. ഇപ്പോൾ ജർമ്മനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 lakhലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അൽബേനിയ, ജോർജിയ തുടങ്ങിയ കൺട്രീസിൽ അവർക്ക് മേ ബി ഒരു 1 lakh ആയിരിക്കും കിട്ടുക, മേ ബി 1.5 lakh ആയിരിക്കും കിട്ടുന്നത്, ഡിപ്പെൻസ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ത്രൂ കയറി പോകുന്ന സ്റ്റുഡൻസിന് ജർമ്മനിയിൽ ആഫ്റ്റർ അവരുടെ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു, അവർക്ക് ഇതുപോലെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഒന്നും തന്നെ ആയില്ല എന്നിരിക്കട്ടെ, അവർക്ക് ജോർജിയയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഞങ്ങൾ തന്നെ അവർക്ക് പ്ലേസ്മെന്റ്
അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ പ്ലേസ്ഡ് ആക്കി കൊടുക്കും. ആഫ്റ്റർ ദ 4 years 4 വർഷം കഴിയുമ്പോൾ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അവർക്ക് ജോലി ജർമ്മനിയിൽ പ്ലേസ്ഡ് ആക്കി കൊടുക്കും. അതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഗ്യാരണ്ടി. ഇപ്പോൾ നാട്ടിൽ നിന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡിഗ്രി എടുത്തു, അല്ലെ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ UK അല്ലെങ്കിൽ ജർമ്മനി പോലെയുള്ള കൺട്രീസിലേക്ക് പോകുന്നതും ജോർജിയ അൽബേനിയയിൽ നിന്ന് നഴ്സിംഗ് എടുത്തിട്ട് നമ്മൾ ഈ UK അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് പോകുന്നത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ രണ്ടും എനിക്ക് ഏകദേശം സെയിം ആയിട്ട് ഫീൽ ചെയ്തു. അത് എന്താ അതിൻ്റെ ഒരു വ്യത്യാസം? ഓക്കെ, ഇതിൽ മെയിൻ ഡിഫറൻസ് വരുന്നത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ 4-5 വർഷത്തെ 4 വർഷം പ്ലസ് ഇന്റേൺഷിപ്പ് ഉള്ള BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ജർമ്മനിയാണ് കുട്ടി ചൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവർ വർക്ക് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന കൺട്രി ജർമ്മനിയാണെന്ന് വിചാരിക്കാം. ജർമ്മനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ഷുവർ ആയിട്ടും എന്ത് വേണം? ലാംഗ്വേജ് വേണം, കമ്പൽസറി ആണ്. ഇതില്ലാതെ റിലേറ്റഡ് ഫീൽഡ് ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ലാംഗ്വേജ് ഇല്ലാതെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ജർമ്മൻ ലാംഗ്വേജ് അവർ എന്ത് ചെയ്യണം? ഇവിടുന്ന് പഠിക്കണം. ഓക്കെ, ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബേസിക്സ് ലെവല് A1 A2 പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. കാരണം അവരുടെ നമ്മൾ മലയാളം ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്ന ആ അളവോളം എത്തിയില്ലെങ്കിൽ പോലും ആ ഒരു റേഞ്ചിലെങ്കിലും എന്ത് വരണം? അവരുടെ ജർമ്മൻ ലാംഗ്വേജ് വേണം. ഇന്ററാക്ഷൻസ് ഉണ്ടാവും, പേഷ്യൻസ് ഒക്കെ ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു B1 B2 ലെവൽ ലാംഗ്വേജ് എങ്കിലും അവർ ഇവിടുന്ന് കവറപ്പ് ചെയ്ത് പോയാലേ അവർക്ക് അവിടെ നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓഫർ ലെറ്റർ കിട്ടണമെങ്കിൽ ഈ ഒരു പ്രൂഫ് ഡെഫിനറ്റ്ലി B1 B2 ലെവൽ ഓഫിന്റെ പ്രൂഫ് എന്താണെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നാട്ടിൽ നിന്ന് നമ്മൾ B1 B2 ലെവൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 year ടൈം പോട്ടെ, ഒരു 8 months ടൈമെങ്കിലും മിനിമം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് അവരുടെ 4 വർഷത്തെ ബാച്ചിലേഴ്സ് കഴിഞ്ഞു, പ്ലസ് ഇന്റേൺഷിപ്പിന്റെ ഒരു 6 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1 year ടൈമിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 year സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമല്ല, ജർമ്മൻ ലാംഗ്വേജ് B1 B2 പഠിക്കാനായിട്ട് ഇവർക്ക് ഇവിടെ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം. കോച്ചിങ് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? പേയ്മെന്റ് കൊടുക്കണം. കോച്ചിങ് ചെയ്തു, എക്സാം അറ്റൻഡ് ചെയ്തു, ഏതെങ്കിലും ഒരു മൊഡ്യൂൾ പോയാലും ഡെഫിനറ്റ്ലി. അതായത് ഇപ്പോൾ B1ന്റെ 4 മൊഡ്യൂൾ അല്ലെങ്കിൽ B2ന്റെ 4 മൊഡ്യൂൾസ് കിട്ടിയില്ല, 2 കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ 2 റീഅപ്പിയർ ചെയ്യണം. ഓക്കെ, സോ ഇതെല്ലാം എമൗണ്ടും ടൈമും കൺസ്യൂമിംഗ് ആണ്. ഇത് തന്നെ ജോർജിയ അൽബേനിയ തുടങ്ങിയ കൺട്രീസിൽ BSc നഴ്സിംഗ് കവറപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജർമ്മനി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജർമ്മൻ ലാംഗ്വേജ് എന്താണ്? ആസ് എ പാർട്ട് ഓഫ് ദിയർ സിലബസ് ആണ്. ആ 4 വർഷം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ ലാംഗ്വേജും അവർ എന്ത് ചെയ്യുന്നുണ്ട്? B1 B2 ലെവൽ വരെ കവറപ്പ് ചെയ്യുന്നുണ്ട്. അതും നമ്മളിവിടെ നാട്ടിൽ നിന്ന് പഠിച്ചു പോകുന്ന പോലെ 8 മാസം 1 വർഷം സമയം ഇതിനു വേണ്ടി കേന്ദ്രീകരിച്ചിരുന്ന് മാത്രം പഠിക്കുകയല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് A1 A2 B1 B2 എന്ന് പറഞ്ഞാൽ 4 വർഷം കൊണ്ട് അവരിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അവരതിനകത്ത് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ അവർക്ക് സ്കില്ല് കൂടുതലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ സിലബസിനോടൊപ്പം തന്നെ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു സ്ട്രെസ്ഫുൾ അല്ലാതെ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം കൺസ്യൂം ചെയ്യുന്നില്ല. കാരണം 4 വർഷം അവർ പഠിച്ചിറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് എന്തുണ്ട്? ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട്. അത് കൂടാതെ എമൗണ്ടും കൺസ്യൂം ചെയ്യുന്നില്ല. അവരുടെ ട്യൂഷൻ ഫീസിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ എമൗണ്ടും അതിനകത്ത് വരുന്നത്. എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ടൈം പോണ്ട, എമൗണ്ട് പോണ്ട. ഒരു സ്റ്റുഡൻറ്റിന് ഇതിനേക്കാൾ നന്നായി ജോർജിയയും അൽബേനിയയും ചൂസ് ചെയ്യാൻ വേറെ കാരണങ്ങൾ വേണോ? വേണ്ട. ബട്ട് ഇതിനിപ്പോൾ ഒരു റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഇയർ ഗ്യാപ്പ് അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് വരാം, അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ റിക്വയർമെന്റ്സ് ഒക്കെ വരുന്നത്? ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കയറി പോകുന്നതിന് നമുക്ക് ഏതൊക്കെ ടൈമിൽ ഇപ്പോൾ ഇൻടേക്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. സോ അപ്പോൾ ഏതൊക്കെ ടൈം പീരീഡിലേക്ക് പോകാനായിട്ട് പറ്റും, എത്ര നാൾക്ക് മുന്നേ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം, പിന്നെ അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഇവിടെ നിന്ന് നമുക്ക് വേണം, ഇപ്പോൾ IELTS അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുന്നുണ്ടോ? കാരണം +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. സോ അപ്പോൾ ഒത്തിരി കൺസേൺസ് ഉണ്ടായിരിക്കും അവർക്ക്. എന്താണ് ഇതിനെക്കുറിച്ച് ഒരു വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഡെഫിനറ്റ്ലി. സോ അപ്പോൾ അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന് വേണ്ടി വരിക റിക്വയർമെൻറ്റ്സ് ഒക്കെ? അതായത് ഫ്രം ദ ബിഗിനിങ് ഞാനൊരു കാര്യം പറയാം. BSc നഴ്സിംഗ് എന്ന് കേൾക്കുമ്പോൾ നൗഫിക്ക് എന്താ തോന്നുന്നത്? +2 ഏത് സ്ട്രീം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യും? നോർമലി ഇപ്പോൾ സയൻസ്, ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യണം. ബയോ സയൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അഡ്മിഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ ജോർജിയ അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ +2 ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും BSc നഴ്സിംഗ് എടുക്കാം. വെദർ ഇറ്റ് ഈസ് ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ്, സയൻസ്, ഏത് സ്ട്രീം ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? BSc നഴ്സിംഗ് എടുക്കാം. പോസിബിൾ ആണ്. ഒരു കൺഫ്യൂഷൻ വരുന്നില്ലേ? ഉറപ്പായിട്ടും. കാരണം എന്തെങ്കിലും റിക്വയർമെന്റ് ടെസ്റ്റസ് ഉണ്ടായിരിക്കോ, അതെന്തെങ്കിലും പാസ്സായിട്ട് വേണോ നമ്മൾ പോവാൻ? അതായത്
അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ട് എങ്ങനെയാണ് സയൻസ് എടുക്കാനായിട്ട് പറ്റുക? അപ്പോൾ റിക്വയർമെന്റ് ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ടെസ്റ്റുകളും ഇല്ല. ഉണ്ടായിരിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 months അവര് സയൻസ് ബാക്ക്ഗ്രൗണ്ടിന്റെ ബേസിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആദ്യം ഒരു കുട്ടി ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എന്താവുന്നില്ല, BSc നഴ്സിംഗിലേക്കല്ല എൻ്റർ ചെയ്യുന്നത്, മറിച്ച് ആദ്യം ഇവർക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിന്റെ ബേസിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്നിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, BSc നഴ്സിംഗ് എന്ന് പറയുന്ന അവരുടെ ആ കോഴ്സിലേക്ക് തന്നെ എൻ്റർ ആവുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് കോഴ്സ് അല്ല, അല്ലെങ്കിൽ 3 months എക്സ്ട്രാ മറ്റേ സയൻസ് പഠിച്ചവർക്ക് 3 months എക്സ്ട്രാ പഠിക്കേണ്ട, അങ്ങനെയല്ല. എല്ലാവർക്കും ഈക്വലി ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസങ്ങളും അതിനകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ +2 കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആണെങ്കിൽ പോലും BSc നഴ്സിംഗ് ജോർജിയയിൽ എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ സയൻസിലൊക്കെ ചിലപ്പോൾ 2 മാർക്കിന് 3 മാർക്കിനൊക്കെ സീറ്റ് കിട്ടാതെ പോയി കൊമേഴ്സിലിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്കും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, BSc നഴ്സിംഗ് ഈസിലി നമുക്ക് ജോർജിയ അൽബേനിയയിൽ പോസിബിൾ ആണ്. ഇനി ഇതിലൊരു മോസ്റ്റ് എക്സൈറ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 10 years വരെ ഇയർ ഗ്യാപ്പ് ഈ യൂണിവേഴ്സിറ്റികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ട് SOP ഫിൽ ചെയ്ത് പോകണം. അത് ഞങ്ങളുടെ സൈഡാണ്. അതായത് നമ്മളിപ്പോൾ എന്തൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാം, അതായത് എന്തൊക്കെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ആ 10 years ചെയ്തിരിക്കുന്നത്, ഒരു ഫേക്ക് ഡോക്യുമെന്റ് വെക്കേണ്ട. ഓക്കെ, അതായത് ചില ലൈക്ക് നമ്മൾ ചില കൺട്രീസിൽ വെക്കുമ്പോൾ ഇന്നത് പഠിച്ചത് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്നത് വെക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഫേക്ക് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ വെക്കേണ്ട. പ്രോപ്പറായിട്ട് എന്താണോ ആ കുട്ടി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ആവാം. ഇപ്പോൾ ചില കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാതെയായിട്ട് ഒരു 2 years പോകാൻ പറ്റിയില്ല, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റും അതും കാര്യങ്ങളും മെൻഷൻ ചെയ്ത് ഞങ്ങളായിരിക്കും SOPs കുട്ടികൾക്ക് വേണ്ടി റെഡിയാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് സിമ്പിളായി സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. എന്താണോ കുട്ടി ആ ഇയർ ഗ്യാപ്പിന്റെ സമയത്ത് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് അവർക്ക് വേണ്ടി സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. അത് യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ SOP എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്കതിനു വേണ്ടി ഒരു വിങ് തന്നെയുണ്ട്. സോ സ്റ്റുഡൻസ് എന്ത് ചെയ്യണ്ട, അതിനെക്കുറിച്ച് ബോധമടിച്ചു, 10 വർഷത്തെ ഗ്യാപ്പ് ഞാൻ എങ്ങനെ SOPയിൽ മെൻഷൻ ചെയ്യും, ഒരു കൺസേൺ അല്ലേ അത്. കാരണം SOP ചെയ്യും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ SOP ഒരു റെലവെന്റ് കാര്യമാണ്. ഒരു യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ഒരു റെലവെന്റ് കാര്യമാണ്. കാരണം അത് നോക്കിയിട്ടായിരിക്കും അവർക്ക് അഡ്മിഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുന്നത്. സോ SOP സ്റ്റുഡൻറ്റ് ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻറ്റിന് അറിയാലോ, ഗസ് ചെയ്യാലോ ഏത് ലെവൽ വരെ അവർക്ക് മെൻഷൻ ചെയ്ത് അത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ഞങ്ങളുടെ ടീം അതിനുവേണ്ടി ഫുള്ളി റെഡിയാണ്. അവരായിരിക്കും ഒരു പ്രൊഫൈൽ ഞങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരായിരിക്കും അത് കംപ്ലീറ്റ്ലി അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല 10 years ഗ്യാപ്പ് ഇപ്പം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ മിനിമം 50% മാർക്ക്, അതായത് +2 50% മാർക്ക് മതി. +2-ന് 50% മാർക്ക് ഉണ്ടെങ്കിൽ BSc നഴ്സിംഗ് ഈസിലി നമുക്ക് ജോർജിയ അൽബേനിയയിൽ പഠിക്കാൻ സാധിക്കും. ഒരു ഹൈ റേഞ്ച് ഓഫ് മാർക്ക് ഒന്നും അവർ പറയുന്നില്ല, 70% വേണം, 80% വേണം, ഇതൊന്നും പറയുന്നില്ല. 50% മാർക്ക് മുതൽ അവർക്ക് എന്ത് ചെയ്യാം, ഫയൽ എടുക്കാനായിട്ട് സാധിക്കും. സോ 10 വർഷം ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യും, 50% മാർക്ക് മതി, +2 എനി സ്ട്രീം. ഇതിന് നല്ല ഓപ്ഷൻസ് വേറെ എന്തെങ്കിലും വേണം? വേറെ ഒന്നുമില്ല. ഓക്കെ, നഴ്സിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബെറ്റർ കൺട്രി ആണ് ജോർജിയ. അവിടെ തന്നെ നിൽക്കണം എന്നില്ല. ഇപ്പൊ സാലറി പാക്കേജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ വേണം എന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വേറൊരു കൺട്രിയിലേക്ക് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എസ്പെഷ്യലി ജർമ്മനി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡ്രീം കൺട്രി, നമുക്ക് അതിലേക്ക് തന്നെ പോകാനായിട്ട് പറ്റും. മാഡം ഇപ്പോൾ ഈ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇറ്റ്സ് എ ബെറ്റർ കൺട്രി, നമുക്ക് ജർമ്മനി പോലെയുള്ള കൺട്രീസിലേക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു 50% അക്സെപ്റ്റബിൾ ആണ് ഇനി സ്ട്രീം. പിന്നെ 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു, ഒരു 12 to 15 lakhs വരെയൊക്കെ ഇവിടെ പഠിക്കുന്നതിന് ചിലവ് വരും. അപ്പോൾ അതിൽ കൂടുതൽ ചിലപ്പോൾ വരുമായിരിക്കുമല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ പേയ്മെൻറ്റ് ആവുമായിരിക്കും. ഫീസൊക്കെ എത്ര വരുന്നുണ്ട് ഇവിടെ പഠിക്കുന്ന വേണ്ടിയിട്ട്? ജോർജിയ ആൻഡ് അൽബേനിയ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് $3,000 ആണ് അവർക്ക് ഇയർലി. ഇപ്പോൾ ജോർജിയയ്ക്കൊക്കെ ആണെങ്കിൽ ഫീസ് വരുന്നത് $3,000 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി അപ്രോക്സിമേറ്റ്ലി ഒരു 2.5 ലക്ഷം, ഒരു 260 ഒരു വർഷത്തിന് ഫീസ് വരുന്നുള്ളൂ. ആൻഡ് ഇനീഷ്യലി 1 ഇയറിലേക്ക് 2.5 ലക്ഷം വരുന്നുള്ളൂ. 1 ഇയറിലേക്ക് 2.5 ലക്ഷം കുട്ടി പേ ചെയ്താൽ മതി. ഇനി ബാലൻസ് ഫീസ്, ആദ്യത്തെ ഇയറിന്റെ ഫീസ് മാത്രം കുട്ടി ഇവിടുന്ന് പേ ചെയ്തിട്ട് പോയാൽ മതി. ബാലൻസ് അവിടെ ചെന്നിട്ട് ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റീസും അവിടുത്തെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാം. ഏത് ഈ 2.5 ലക്ഷം
ഓക്കെ, ഫസ്റ്റ് ഇയറിലെ ഫീസും അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഇയറിലെ ഫീസ് കുട്ടി ഇവിടുന്ന് പേ ചെയ്തിട്ട് ചെയ്യണം. പോകുന്നു. Next year ബാലൻസ് തൊട്ടിട്ട്. നെക്സ്റ്റ് ഇയർ മുതലുള്ളതിൽ ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി ഉണ്ട്. ചെയ്യാൻ പറ്റും. സോ അവർക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി. മതി. ഒറ്റയടിക്ക് 2.5 ലക്ഷം പേ ചെയ്യണമെന്നില്ല. ഇല്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു പാർട്ട് ടൈം ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അതായത് പാർട്ട് ടൈം ഒക്കെ ഇപ്പോൾ എങ്ങനെയാ വരാം? പാർട്ട് ടൈമിന് അവർ 30 വർക്കിംഗ് ഹവേഴ്സ് ഒരു ലൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു വീക്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെസ്, അവർക്ക് വീക്കിലി 5 ദിവസമാണ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, BSc നഴ്സിംഗിന് പോകുന്ന സ്റ്റുഡൻസിന് വീക്കിലി 5 ദിവസമാണ് ക്ലാസ് ഉണ്ടായിരിക്കാം. 4 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. സോ ബാക്കിയുള്ള ടൈം അവർക്ക് എന്താണ്, ഫ്രീ ടൈം ആണ് വരുന്നത്. പാർട്ട് ടൈമും ചെയ്യാം. യെസ്, സാറ്റർഡേ സൺഡേസ് ഹോളിഡേസ് ആണ് അവർക്ക് വരുന്നുണ്ടായിരിക്കാം. സോ അവർക്ക് പാർട്ട് ടൈം ചെയ്യാം. 30 വർക്കിംഗ് ഹവേഴ്സ് അവർക്ക് വീക്കിലി ഉണ്ട്. സോ അവർക്ക് പാർട്ട് ടൈം ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഓവറായിട്ട് പാർട്ട് ടൈമിലേക്ക് സ്റ്റുഡൻസിനെ കമ്പൽ ചെയ്യില്ല, അല്ലെങ്കിൽ അതിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ എന്നുള്ളത് അങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല. കാരണം അവർക്ക് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇനീഷ്യലി കിട്ടുന്ന ഒരു 50,000 രൂപയോ അല്ലെങ്കിൽ 80,000 രൂപ പേയ്മെന്റിലേക്കല്ല അവരുടെ ഫോക്കസ് കൊടുക്കേണ്ടത്. ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ആഫ്റ്റർ അവർ ഈ ഡിഗ്രി പാസ് ചെയ്തതിന് ശേഷം അവർക്ക് കിട്ടുന്ന സാലറിയിലാണ്. സോ അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആവണം. അതിന് ഇവർ ആദ്യം ഈ BSc നഴ്സിംഗ് കവറപ്പ് ചെയ്ത് എടുക്കണം. കംപ്ലീറ്റ് ചെയ്യാം. യെസ്, സോ അതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ ആണ് ഞങ്ങൾ എപ്പോഴും സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് ആസ് എൻ ഏജൻസി എന്നുള്ള രീതിയിൽ. ബട്ട് ഇപ്പോൾ 30 hours ഒക്കെ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ പോക്കറ്റ് മണിക്ക് ഡെഫിനറ്റ്ലി അവർക്ക് പോകാം, ഒരു പ്രോബ്ലം ഇല്ല അതിനകത്ത്. ഇപ്പം ഈ +2 ഒക്കെ കഴിഞ്ഞ് പോകുന്ന കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ ഒരു 17-18 ആ ഒരു റേഞ്ചിലൊക്കെ ഏജ് ഉള്ളവരായിരിക്കും. സോ അപ്പോൾ പാരൻസിൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഈ കൺട്രി സേഫ് ആണോ, അല്ലെങ്കിൽ ഈ കോഴ്സ് സർട്ടിഫൈഡ് ആണോ, അപ്പോൾ അവരുടെ അക്കോമഡേഷൻ എങ്ങനെയാണ്, ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. 12 ഇപ്പോൾ ഞാൻ +2 കഴിഞ്ഞ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 17-18 ഉള്ളൂ. അപ്പോൾ ഒരു ഹോം സിക്നസിൻ്റെ ഒക്കെ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ അതൊക്കെ നിങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുക? അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാം, സേഫസ്റ്റ് കൺട്രി ആണോ എന്നുള്ളത്. വേൾഡ് ക്രൈം ഇൻഡെക്സിൽ 20th ആണ് നമ്മുടെ കൺട്രിയുടെ റാങ്കിങ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രികളുടെ ഒന്നാണ് ജോർജിയ അല്ലെങ്കിൽ അൽബേനിയ തുടങ്ങിയ കൺട്രീസ് വരുന്നത്. ഇനി യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് സെർച്ച് എഞ്ചിൻ ആയിരിക്കുന്ന യൂണിറാങ്ക്സിൽ 31st റാങ്കിങ് വരുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ അവിടെ പഠിക്കുന്ന സർട്ടിഫിക്കേഷനും വാല്യൂ ഉള്ളതാണ്. അതുപോലെ തന്നെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രികളിൽ ഒന്നാണ്. സോ 17-18 വയസ്സുള്ള കുട്ടികളെ നമ്മൾ ഇവിടുന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ടേ നമ്മൾ വിടത്തുള്ളൂ. കാരണം അവർക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെ കൺസൾട്ട് ചെയ്യും. ഹോം സിക്നസ് ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കാരണം ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് അത്രയും നാളും വീട്ടുകാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു അബ്രോഡ് കൺട്രിയിൽ പോവാണ്, അതും 4 വർഷമാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ പുതിയൊരു സ്ഥലത്ത് പോകുന്നതിന്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതെ, സോ ഇത് ലൈക്ക് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മളൊരു സ്റ്റുഡൻറ്റ് കയറി പോകുമ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെന്നല്ല, ഇപ്പോൾ എന്നെയോ നൗഫിയേനെയോ എബ്രോഡിൽ എവിടേക്കെങ്കിലും വിടുമ്പോൾ നമ്മുടെ നാട് വിട്ടു പോകുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഇനി അത് മാത്രമല്ല, നമ്മുടെ നാടും ആ നാടും നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫുഡൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഞങ്ങൾ ഇതിന് കൗൺസിലിംഗ് സെക്ഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടേ സ്റ്റുഡൻസിനെ വിടുന്നുള്ളൂ. കൗൺസിലിംഗ് സെക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലൈക്ക് അവർക്ക് പ്രീ ഡിപ്പാർച്ചർ ക്ലാസ് എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർക്ക് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഇവിടുന്നും അവിടെയും തമ്മിലുള്ള അവരുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, അവിടെ ചെന്നിട്ട് ഡെഫിനറ്റ്ലി അതായത് അവിടെ ചെന്നിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു കൗൺസിലിംഗ് സെക്ഷൻ തന്നെ ഞങ്ങളിവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് കുട്ടീനെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിടത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ ഫുഡ് മെയിൻലി ലൈക്ക് +2 കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലൈക്ക് മോസ്റ്റ്ലി ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഭയങ്കര റയർ കേസിലുണ്ടായിരിക്കാം. നമ്മളൊക്കെ വീട്ടിൽ നിൽക്കുന്നു, സ്കൂളിൽ പോയി വരുന്നു, അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നു, കഞ്ഞിയും ഒക്കെ കഴിക്കുന്നു, അങ്ങനെയോ പോകുന്നു. അതിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ അതിനോടൊരു പ്രത്യേക പ്രിയമുള്ളവരാണ്. പ്രത്യേകിച്ച് മലയാളികൾ ഫുഡിനോട് പ്രത്യേക ഒരു പ്രിയമുള്ള ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ ഇവിടുന്ന് കയറി പോകുന്ന സ്റ്റുഡൻസിന് അക്കോമഡേഷനും മെസ്സും അസിസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന മെസ്സാണ് അവർക്ക് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും അവരുടെ മദർ ലൈക്ക് ഇവിടെ നാട്ടിലത്തെ ഫുഡ് അവർക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും മിസ്സാവില്ല, അത് വരത്തില്ല. അത് ഞങ്ങൾ പ്രത്യേകം കുട്ടികൾക്ക് വേണ്ടി ടേക്ക് കെയർ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ഏത് വിധത്തിലും അവരെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ എയിം തന്നെ. സോ ഫുഡാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിലും ഒരു കൺട്രി അവർക്ക് ചൂസ് ചെയ്യുന്നതാണെങ്കിലും എല്ലാ കാര്യത്തിനും ഞങ്ങൾ പ്രോപ്പറായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്ത്
ഗൈഡ് ചെയ്ത് കൊടുത്തിട്ടേ നമ്മൾ ഇവിടുന്ന് വിടത്തുള്ളൂ. അക്കോമഡേഷൻ ഒക്കെ അപ്പോൾ എങ്ങനെയാണ്, ഹോസ്റ്റൽസ് ആണോ അല്ലെങ്കിൽ? ഹോസ്റ്റൽസ് വരുന്നുണ്ട്. അത് കൂടാതെ ഇന്ത്യൻ നമ്മുടെ സ്റ്റുഡൻസ് കയറി പോകുമ്പോൾ അവർക്ക് താമസിക്കാനായിട്ട് ഇന്ത്യൻ അപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് ഇന്ത്യൻസ് മാത്രം ലൈക്ക് താമസിക്കുന്ന അപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ സെറ്റ് ചെയ്യാം. അക്കോമഡേഷൻ മെസ്സിന് എല്ലാം അസിസ്റ്റൻസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റുഡൻസിനെ വിടുന്നുണ്ടായിരിക്കത്തുള്ളൂ. ഇനി ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നമ്മൾ ത്രൂ കയറി പോയിരിക്കുന്ന അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അതേ നഴ്സിംഗ് പ്രോഗ്രാമിന് പഠിക്കുന്ന ഇവരെ സീനിയർ ചേട്ടന്മാരെയോ ചേച്ചിമാരെയോ ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കും. സോ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിലിറ്റി ഉണ്ടായിരിക്കും. കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാൻ പറ്റും. പിന്നെ അവിടുത്തെ എൻറ്റയർലി ഇപ്പോൾ നമ്മളിവിടുന്ന് പറയുന്ന പോലെ അല്ല, യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ എൻറ്റയർലി അവർക്ക് കുറച്ചും കൂടി കൺവീനിയൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഇവിടുന്ന് കയറി പോകുന്നതിന് മുമ്പ് റെഫറൻസ് ചെയ്ത് അവരെ കണക്ട് ചെയ്ത് സംസാരിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ സ്റ്റുഡൻസിനെ വിടുന്നത്. അപ്പോൾ ഒരു 17-18 വയസ്സുള്ള കുട്ടിയെ നമ്മൾ ഒരിക്കലും കണ്ണും പൂട്ടി ഒരു രാജ്യത്തേക്ക് വിടുകയല്ല, മറിച്ച് അവരുടെ A to Z കാര്യങ്ങൾ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡിങ്, ഈവൻ ആഫ്റ്റർ ദ 4th ഇയർ അവരുടെ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ബട്ട് അതിൻ്റെ ആൻസർ ഐ തിങ്ക് മാഡം മിസ് ചെയ്തു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഇൻടേക്ക് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അതായത് ഇപ്പോൾ ഏത് ടൈമിലേക്കാണ് നമുക്ക് കയറി പോകാൻ പറ്റുക? ഇത് ഇപ്പോൾ ഒരു ഇൻടേക്ക് ഉണ്ടാവില്ല, ഇപ്പോൾ സെപ്റ്റംബർ അല്ലെങ്കിൽ മാർച്ച് ഏതാണോ ഇൻടേക്ക്, അതിന് എത്ര നാൾ മുന്നേ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം? എത്ര ഡേയ്സിനുള്ളിൽ നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമുക്കിതിൻ്റെ ഓഫർ ലെറ്റേഴ്സ് കിട്ടും? ഇതിൻ്റെ വിസ പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ VFSൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അവിടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്തൊക്കെ നെസസറി കാര്യങ്ങൾ വരുന്നുണ്ട്? സോ അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? സോറി, അൽബേനിയ ജോർജിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറച്ചധികം വാചാലയായി പോകുന്നുണ്ട്. കാരണം പറയാനായിട്ട് നമുക്ക് അത്രത്തോളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പല പോയിന്റ്സ് ഞാൻ മിസ് ചെയ്യുന്നത്. അതിൽ തന്നെ അധികം സോറി ചോദിക്കാം. ഓക്കെ, നമുക്ക് ഇൻടേക്കുകൾ മെയിൻലി വരുന്നത് മാർച്ചും സെപ്റ്റംബറും ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ പ്രൊഫൈൽസ് എടുത്തുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഇൻടേക്കിന് വേണ്ടിയിട്ടാണ്. സെപ്റ്റംബർ ഇൻടേക്കിനാണ് നമുക്ക് ഏകദേശം ഒരു ഓഗസ്റ്റ് മിഡ് വരെ എടുക്കാനായിട്ട് പറ്റും. ബട്ട് ദർ ഇസ് എ പ്രോബ്ലം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റികളിൽ ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത് ഓൾറെഡി സീറ്റ്സ് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ കാൻഡിഡേറ്റ്സിനെ എടുക്കില്ല. സോ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് ക്ലോസ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രൊഫൈൽ എത്ര നേരത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നോ അത്രയും നമുക്ക് സീറ്റ് കൺഫർമേഷൻ ഉറപ്പാണ്. അതർവൈസ് നമുക്ക് സീറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് ടെൻഷൻലെസ് ആയിട്ട് ഇരിക്കാം, കയറി പോകാനായിട്ട് പറ്റും. അതായത് നേരത്തെ വിസയൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് സെറ്റ് ചെയ്ത് നമുക്ക് കയറി പോകാനുള്ള സമയം കിട്ടും. സോ ഞങ്ങൾ എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാ, ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ അപ്ലിക്കേഷൻ കൊടുക്കരുത്. കൊടുക്കുമ്പോൾ അവർക്കും ടെൻഷനാണ്, ഞങ്ങൾക്കും ഈക്വലി ടെൻഷനാണ്. കിട്ടുക മാത്രമല്ല, ഞങ്ങളെ വിശ്വസിച്ച ഒരു പ്രൊഫൈൽ അവരെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ അവരെ കയറ്റി വിടും എന്നൊരു ധാരണയിലാണ് അവരിയ്ക്കുന്നത്, അല്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അത് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയുടെ വിഷമം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് വിഷമം വരും. അടുത്ത മാർച്ച് വരെ അവർക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ വിഷമം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്കും വിഷമം വരും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത്, നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് നമ്മൾ മെയിൻലി പറയുന്നത്, എത്ര നേരത്തെ നിങ്ങളുടെ അപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യാൻ പറ്റുന്നുവോ അത്രയും നമുക്ക് ബെറ്റർ ആണ്. ഓഗസ്റ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരിക്കലും നിൽക്കരുത്. സോ ചിലപ്പോൾ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ അവസാനത്തോടു കൂടി സീറ്റ്സ് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രൊഫൈൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഓഗസ്റ്റിന്റെ ഡെഡ് ലൈൻ പറഞ്ഞിട്ടും കാര്യമില്ല. സോ എപ്പോഴും എത്രയും നേരത്തെ അപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് ദ പ്രോസസ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക. അതായത് അഡ്മിഷൻ ലെറ്റർ എടുക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, കുട്ടിക്ക് വിസ സബ്മിഷനുള്ള ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും, ഡോക്യുമെന്റ്സ് ഒക്കെ പോസ്റ്റലൈസ് ചെയ്ത് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ ചെയ്ത് അയച്ചു കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയാണ് സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കുക. അതായത് ഒരു കുട്ടിയുടെ പ്രൊഫൈല് നമ്മളെ അവരെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ് അത് മീൻ ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ നൗഫിയുടെ പ്രൊഫൈല് ഞങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ നൗഫി ഞങ്ങളെ കണ്ണുമുട്ടി വിശ്വസിക്കുക. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് വർത്തി ആയിട്ട് നൗഫിക്ക് തോന്നിയത് കൊണ്ടാണ് നൗഫി ഞങ്ങളെ ഏൽപ്പിക്കുന്നത് അല്ലേ. ആ ട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതല്ലേ ഞങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. സോ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ വിസ മാത്രമല്ല, അവിടെ ചെന്നിട്ടുള്ള അസിസ്റ്റൻസും ഞങ്ങൾ ഏറ്റെടുക്കുന്നത് അതുകൊണ്ടാണ്. സോ ഒരു ഫയൽ ഞങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടി അതിന്റെ പിന്നാലെ ഇറങ്ങി നടക്കേണ്ടി വരത്തില്ല. അതിന്റെ A to Z ഞങ്ങൾ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഡോക്യുമെന്റേഷൻ പാർട്ട് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഏത് കാര്യങ്ങളാണ്, അറ്റസ്റ്റേഷൻ കാര്യങ്ങളാണെങ്കിലും, ഡോക്യുമെന്റ്സ് സെൻഡിങ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, SOPs കാര്യങ്ങൾ റിട്ടേൺ ചെയ്യുന്നതാണെങ്കിലും, മോട്ടിവേഷൻ ലെറ്റർ, വിസയ്ക്ക് പോകുമ്പോൾ വയ്ക്കുന്ന മോട്ടിവേഷൻ ലെറ്റർ തുടങ്ങിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം. ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്യുമെന്റ്സ്, വിസയ്ക്ക് വെക്കുന്ന ഡോക്യുമെന്റ്സ് ഓൺ ടൈമിൽ റിസീവ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും A to Z കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുക. അതിലൊന്നിനും
കുട്ടി വെറീഡ് ആവേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് ലൈക്ക് ഈ വിസ കിട്ടി കയറി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം പിന്നെ അവർ ഞങ്ങളുടെ അടുത്ത് പ്രൊഫൈൽ തന്നു കഴിഞ്ഞാൽ പിന്നെ വിസ കിട്ടി കയറി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതിയാകും. ആ ട്രസ്റ്റ് ഞങ്ങൾ കീപ്പ് ചെയ്യും. അപ്പോൾ ഈ വർഷത്തെ സെപ്റ്റംബർ ഇൻടേക്ക് ഇപ്പോഴും ഓപ്പൺ അല്ലേ, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയോ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് ക്ലോസ്ഡ് ആവും, ഇത്ര ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളൂ എന്നുള്ളത്. നമ്മൾ ഏകദേശം +2 റിസൾട്ട് വന്നപ്പോൾ മുതൽ തന്നെ പ്രൊഫൈൽസ് എടുക്കാൻ തുടങ്ങിയതാണ്. ഇൻടേക്ക് ഇപ്പോഴും സ്റ്റിൽ ഓപ്പൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോൾ സഡനായി ക്ലോസ് ആവും എന്നുള്ളത് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ സാധിക്കില്ല. ബട്ട് സ്റ്റിൽ എങ്കിൽ പോലും ഇപ്പോഴും സ്റ്റിൽ ഓപ്പൺ ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊഫൈൽസ് എടുക്കാനായിട്ട് സാധിക്കും. സോ ലൈക്ക് ഈ പറഞ്ഞ പോലെ ഒരു ട്രസ്റ്റ് വർത്തി ആയിരിക്കുന്ന ഒരു ഏജൻസി നോക്കുന്നുണ്ട്. +2 ഏത് സ്ട്രീം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ പോലും നഴ്സിംഗ് ആണ് നിങ്ങളുടെ ഡ്രീം വിത്ത് ലോ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്നു ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് സീറ്റ് എടുത്ത് തരാനായിട്ട് സാധിക്കും. സീറ്റ് മാത്രമല്ല 4 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ജോബും ഞങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനേക്കാൾ കൂടുതൽ ഗ്യാരണ്ടി ഞാൻ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ?